ഹായ് ഡിയർ ഫ്രണ്ട്സ്, PSC പരീക്ഷകളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. പല പരീക്ഷകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഒരു വൃത്തത്തിൻ്റെ ആരം 6% വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? സംഭവം വളരെ ലളിതമാണ്. ഇതാണ് വൃത്തം, ഇതാണ് ആരം. 100 ആരം 106 മാറുമ്പോഴാണ് ആരം 6% വർദ്ധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പരപ്പളവ്, അതിനാണ് വിസ്തീർണം. അത് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു ക്രിയയാണ് യഥാർത്ഥത്തിലുള്ളത്. നോക്കുക, പൈ ഇൻറ്റു 106 മൈനസ് പൈ ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 100 ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടുക. പക്ഷെ നമുക്ക് മനസ്സിലായി, ഇത് വളരെ ലെങ്തിയാണ് കാൽക്കുലേഷൻ. അതാണ് നമ്മുടെ വെല്ലുവിളി. അതെങ്ങനെ എളുപ്പമാക്കാം നോക്കുക. വളരെ ലളിതമാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയാം. ആദ്യം 6ൻ്റെ ഇരട്ടി എഴുതുക, ക്ലിയർ ആണ്, 12. പിന്നെ 6ൻ്റെ സ്ക്വയർ പറയുക, എത്രയാണത്? 36. ആദ്യം ഇരട്ടി എഴുതി, പിന്നെ സ്ക്വയർ എഴുതി, നടുക്കൊരു കുത്തും കുത്തി, അതോടെ ഉത്തരം കിട്ടി. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം. ഇത് ഏത് ചിത്രം ചോദിച്ചാലും ഈ ഒരു ഷോർട്ട് കട്ട് മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഫോർമുല പഠിക്കേണ്ട, സിംപ്ലിഫിക്കേഷൻ പഠിക്കേണ്ട, കാൽക്കുലേഷൻ പഠിക്കേണ്ട, ഈസി ആയിട്ട് ആൻസർ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സമഷഡ്ഭുജത്തിൻ്റെ വശം 9% വർദ്ധിച്ചാൽ പരപ്പളവ് അഥവാ ഏരിയ എത്ര ശതമാനം വർദ്ധിക്കും? നമുക്കറിയാം, അതിൻ്റെ സമവാക്യം അറിയില്ല, ചെയ്യേണ്ടതറിയില്ല, ഒന്നും അറിയില്ല. 9% വർദ്ധിക്കുന്നു. അപ്പോൾ 9ൻ്റെ ഇരട്ടി 18, 9ൻ്റെ വർഗ്ഗം 81, നടുക്കൊരു കുത്തും കുത്തുക, വീട്ടിൽ പോവുക. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് PSCക്ക് പഠിക്കേണ്ടത്. ഇതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ ജാമിതി രൂപം ആവശ്യമില്ല പഠിക്കേണ്ട, സിംപ്ലിഫിക്കേഷൻ പഠിക്കേണ്ട, ഉത്തരം ദാ കൈവെള്ളയിൽ.